കളിക്കാർ എത്രയും പെട്ടെന്ന് വേദിയിൽ വന്ന് ട്രോഫികൾ സ്വീകരിക്കേണ്ടതാണ്. ടോപ്പ് സ്കോറർ റോഷൻ. ടോപ്പ് സ്കോറർ റോഷൻ. ഇനി ഈ മത്സരത്തിന്റെ റണ്ണേഴ്സ് ആയ GFT പാലക്കാടിനെ ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. GFT പാലക്കാടിന്റെ ക്യാപ്റ്റൻ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തുക. GFT പാലക്കാട് റണ്ണേഴ്സ് ട്രോഫി മേടിക്കുന്നതിനായി മെഡൽ സ്വീകരിക്കുന്നതായിട്ട് ട്രോഫി GFT പാലക്കാട്. GFT പാലക്കാടിന് വേണ്ടി ട്രോഫി. ട്രോഫി ഡൊണേറ്റഡ് ബൈ റണ്ണേഴ്സ്. ട്രോഫി ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് പാറേക്കാടൻ ഇട്ടിയാര ഫാമിലി. ട്രോഫി ആൻഡ് ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാജു പാറേക്കാടൻ ഇരിഞ്ഞാലക്കുട. റണ്ണേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാറേക്കാടൻ ഇട്ടിയാര ഫാമിലി, ഷാജു പാറേക്കാടൻ. അതിന്റെ ക്യാഷ് അവാർഡും ട്രോഫിയും തന്നിരിക്കുന്നു. എന്നിട്ട് എനിക്ക് പറഞ്ഞ ചക്കനാ അറിയില്ല, നിങ്ങളൊന്നും പരിചയപ്പെടാനാ, നിങ്ങൾ സപ്പോർട്ട് കൂടി വെച്ചാ. അതുകൊണ്ട് പറഞ്ഞ നല്ല ദോഷത്തെ പരിചയപ്പെടാ. സപ്പോർട്ട് ചെയ്യാം, അവന് രക്ഷപ്പെട്ടെ. റണ്ണേഴ്സ് ട്രോഫി എവർ റോളിംഗ് ട്രോഫിയാണ്. പാറേക്കാടൻ ഇട്ടിയാര മെമ്മോറിയൽ ട്രോഫി അവർക്ക് അവരുടെ ടീമുകൾക്ക് സ്വന്തമായി കൊടുക്കുന്നതിനുള്ള ട്രോഫി. ഇന്നത്തെ മത്സര വിജയികളായ അൽഷാബ് ഇന്ത്യൻ പ്ലേ ബോയ്സിലെ ടീമംഗങ്ങളെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അൽഷാബ് ഇന്ത്യൻ പ്ലേ ബോയ്സിന്റെ ടീമംഗങ്ങളെയും മാനേജരെയും ഈ വേദിയിലേക്ക് എത്രയും പെട്ടെന്ന് അൽഷാബ് ഇന്ത്യൻ പ്ലേ ബോയ്സ് സ്വീകരിക്കുന്നതിനായിട്ട് കളിക്കാർ വേദിയിലേക്ക് കയറി വരിക. വിന്നേഴ്സ് ട്രോഫി ക്യാഷ് അവാർഡും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡേവിസ് ആന്റണി അക്കരക്കാരൻ, അവന്തി മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, പൂന, കോലാപൂർ. വിന്നേഴ്സ് ട്രോഫിയും ക്യാഷ് അവാർഡും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡേവിസ് ആന്റണി അക്കരക്കാരൻ, അവന്തി മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, പൂന, കോലാപൂർ. വിജയിക്കുള്ള ട്രോഫി സ്വീകരിക്കുന്നതായിട്ട് ടീമംഗങ്ങളെ ക്ഷണിക്കുന്നു. വിജയികളുടെ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡേവിസ് ആന്റണി അക്കരക്കാരൻ, അവന്തി മോട്ടോഴ്സ് ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ്, പൂന, കോലാപൂർ.
നന്ദി പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവകുമാറിന്റെ ശ്രദ്ധയ്ക്ക്. ഇവിടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ഈ ടീമുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു. ഒരുപാട് മൈതാനങ്ങളിൽ കളിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനം പോലെ ഇത്രയും മനോഹരമായൊരു മൈതാനം ഞങ്ങൾ കണ്ടിട്ടില്ല, കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവിടുത്തെ ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് ഞാനൊന്ന് പങ്കുവച്ചാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ മൈതാനം മനോഹരമായ പ്രകാശപൂരിതമാക്കിയ ഷെജോനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു മെമന്റോ നൽകി നമ്മൾ ആദരിക്കുന്നു. അതുപോലെ തന്നെ ഈ കോർട്ട് വളരെ മനോഹരമായി ഈ മഴയത്തും വളരെ ബുദ്ധിമുട്ടി നമുക്ക് ഈ കോർട്ട് ഒരുക്കി തന്ന ശ്രീ പ്രോത്സൻ ചേട്ടനെയും, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ടീമുകളെ ഇവിടെ എത്തിച്ചു തരികയും ഈ റഫറിമാരെ നമുക്ക് ഒരുക്കി തരികയും ചെയ്ത സ്നേഹമുള്ള ശശിബായിയെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്ക് ഓരോ മൊമെന്റോ നൽകി ഞങ്ങൾ ആദരിക്കുന്നു. പ്രിയമുള്ളവരെ, AKSSയുടെ നേതൃത്വത്തിലുള്ള മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ ശ്രീ പോൾസൺ ഇവിടെ വന്ന് സമ്മാനം മേടിക്കണം. കുറെ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ 7 ദിവസം ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ വലിയ ശ്രദ്ധ വഹിച്ചിട്ടുണ്ട്.